ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ കണ്ണ് ചൊറിയുന്നു, മൂക്ക് ചൊറിയുന്നു എന്നുള്ള ഇതിലാണ് കംപ്ലൈൻറ്റിലാണ് നമ്മളെടുത്ത് വരുന്നത്. അങ്ങനെ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അവർക്ക് ഒരു 27 വയസ്സ് തൊട്ട് ചെറുതായിട്ട് ജലദോഷവും തുമ്മലൊക്കെ വന്നു. അങ്ങനെ അത് ഒരു 30 ഇയേഴ്സൊക്കെ ആയപ്പോൾ കണ്ണ് ചൊറിച്ചിലും കണ്ണ് ചുവപ്പൊക്കെ ആയിട്ട് വന്നു. അങ്ങനെ ഒരു 37 ആയപ്പോഴേക്കും അവർക്ക് ചുമ, ശ്വാസത്തിനൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നെഞ്ചിലൊരു പിടുത്തം പോലെ ഇടയ്ക്കൊക്കെ വരും. അതങ്ങനെ എവറി മന്തിൽ വരാൻ തുടങ്ങി. അങ്ങനെ അവർ കുറേ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. ഇൻഹേലേഴ്സ് എടുക്കുന്നുണ്ട്, സിട്രസിൻ, മോണ്ടിലുക്കാസ്റ്റ്, കുറച്ച് ആയുർവേദം, ഹോമിയോ അങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടുത്ത് വന്നു, അവരുടെ അലർജി എന്താണെന്നുള്ളത് ഡയഗ്നോസ് ചെയ്തു, അവരുടെ ആസ്മ ഫൈൻഡ് ഔട്ട് ചെയ്തു, അതുപോലെ കണ്ണിൻ്റെ അലർജിയും നെയ്സൽ അലർജിയും എല്ലാം എന്തിനാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തു. അങ്ങനെ ആസ്മൻ്റെ ട്രീറ്റ്മെൻറ്റ് റെഗുലറൈസ് ചെയ്തു, പ്രോപ്പറായിട്ട് കൊടുത്തു. ആൻഡ് ദെൻ അലർജിക്ക് നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇമ്മ്യൂണോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അവർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടോ. മറ്റേത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മൂക്കിൻ്റെ അലർജി വന്നു, അതിങ്ങനെ കണ്ണിൻ്റെ അലർജി ആയി, പിന്നെ അത് ശ്വാസമുട്ടലായി, അതായത് ചെസ്റ്റിനെ എഫക്റ്റ് ചെയ്തു. അങ്ങനെ അവർ മരുന്ന് എടുക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ അലർജി പ്രോഗ്രസ് ചെയ്തുകൊണ്ട് പോകുന്ന സിറ്റുവേഷനിലായിരുന്നു അവരുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അവരെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മെഡിസിൻസൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റി, ഇമ്മ്യൂണോതെറാപ്പിയിലും ഇൻഹേലറിലും ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് അവർക്ക് പോകാൻ പറ്റുന്നുണ്ട്.